നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് ഒരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ആത്മാഭിമാനത്തിന് നേരെയാണ് അവൻ ബ്ലേഡ് വെച്ചിരിക്കുന്നത്. അതും എനിക്കറിയാം. എന്തായാലും ഒരവസാന ശ്രമം എന്നുള്ള നിലയിൽ സ്വാമി ഒന്നുകൂടി സംസാരിക്കുക. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഞാനന്ന് പോയേക്ക സ്വാമി. അതെന്താ സ്വാമി, എന്നെ കണ്ടിട്ടാണോ ധൃതിയിൽ പോകുന്നത്? ഞാൻ എന്തിനു ബേടത്തിന് ഭയക്കണം? ഞാൻ സാറായിട്ടൊരു കാര്യം സംസാരിക്കാൻ വന്നു. സംസാരിച്ചു. ഇനിയിപ്പോ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിലും ഞാൻ എപ്പോഴും ഇവിടെ അല്ലല്ലോ. സ്വാമി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ആളല്ലേ. ഒരു കാലത്ത് സാറിന്റെ കൂടെ വന്ന് കൂടി. എന്തൊക്കെ അപമാനം സഹിച്ചിട്ടും സാറിന്റെ കൂടെ തന്നെ നിൽക്കണം. അത്രേ ഉള്ളൂ. സ്വാമി ഇത്ര ക്ഷോഭിക്കാനും മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ചോദിച്ചെന്നല്ലേ ഉള്ളൂ. സ്വാമിയെ ചോദ്യം ചെയ്യാനൊന്നും നീ നിൽക്കണ്ട. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്വാമി പോയിക്കോളൂ. എന്തായിരുന്നു ഡാഡി പുതിയൊരാലോചന? എന്തോ മറയൂരെന്നോ മലയാറ്റൂരെന്നോ ഒക്കെ പറയുന്ന കേട്ടല്ലോ. ഞാൻ അങ്ങനെ പലതും സംസാരിക്കും. നിനക്ക് നിന്റെ അപ്പച്ചയുടെ സ്വഭാവം കിട്ടിയോ? മറഞ്ഞെന്ന് രഹസ്യം പിടിക്കല്. ഓ, അപ്പൊ രഹസ്യങ്ങൾ ഉണ്ടല്ലേ? ഒരു രഹസ്യങ്ങളുമില്ല. അറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് ശത്രുക്കളുണ്ട്. സ്വാമി അതിനെപ്പറ്റി ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടി വന്നതാണ്. എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിനക്കും നിരഞ്ജനും കൂടി വേണ്ടിയാ. ഓ, ഞങ്ങളെക്കാളും ഞങ്ങളെപ്പറ്റി കരുതുന്നൊരു സ്വാമി. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഈ സ്വാമിയുടെ പിന്നാലെ ഞാനൊരു യാത്ര തുടങ്ങി വെച്ചാ അവസാനം അത് എത്തി നിൽക്കുന്നത് ഡാഡി ഇപ്പൊ പറയാൻ മടിക്കുന്ന, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യങ്ങളുടെ നിലവറയിലോട്ടായിരിക്കും. എനിക്കങ്ങനെ രഹസ്യങ്ങളുടെ നിലവറയും തടവറയും ഒന്നുമില്ല. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിൽ കലഹമുണ്ടാക്കാൻ നിൽക്കണ്ട. പുതിയ അന്വേഷണ സംഘത്തിന് നമ്മളെ കൊടുക്കാനുള്ള പദ്ധതി ഉണ്ടെന്നാ സ്വാമി പറഞ്ഞു. ആഹാ, സ്വാമിക്കപ്പോ ഇവിടെ മാത്രമല്ല, അങ്ങ് SIT-യിലും പിടിയുണ്ടല്ലേ? നീ പരിഹസിക്കൊന്നും വേണ്ട. മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഈ കുടുംബത്തിന് വേണ്ടി നിൽക്കുന്നയാളാ സ്വാമി. അത് ഓർമ്മയുണ്ടാവണം എപ്പോഴും. അതൊക്കെ ഡാഡിയുടെ തോന്നലല്ലേ. കുറച്ചുനാൾ മുമ്പ് വരെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു കരുതിയിരുന്നത്. അന്ധമായി ആരെയും വിശ്വസിക്കരുതെന്ന് എന്നെ ഉപദേശിക്കുന്ന ഡാഡിക്ക് തന്നെ കൂടെ നിന്ന് ചതിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാ എന്തു പറയാനാ. ഒരു ദിവസം സ്വാമി നേരെ തിരിഞ്ഞു നിൽക്കും. അന്നേരവും അത് സ്വാമിയുടെ കരുതലാണെന്ന് പറയാതിരുന്നാ മതി. അങ്ങനെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞു വന്ന് ആ നിരഞ്ജൻ ഡോക്ടർ പുതിയ ക്ലിനിക്ക് തുടങ്ങും അല്ലേ? അതെ, അങ്ങേര് തുടങ്ങുമ്പോ അത്ര ചെറിയ ക്ലിനിക്കൊന്നും ആയിരിക്കില്ല. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ആയിരിക്കും. അത് പെട്ടെന്ന് അങ്ങ് വളരുകയും ചെയ്യും. അയാള് പഴയതിനെക്കാട്ടിലും കൂടുതൽ പോപ്പുലർ ആവുകയും ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിച്ചാ അയാളെ നമുക്ക് പിന്നെ തൊടാൻ പറ്റത്തില്ല, അതുറപ്പാ. നിത്യക്കുട്ടി ഈ പറഞ്ഞത് ശരിയാ. പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കരുത്. നിന്റെ ഏട്ടന്റെ ചോരയുടെ പശ കൊണ്ടാ അയാളുടെ ക്ലിനിക്കിന്റെ അടിക്കല്ല് ഉറച്ചു നിൽക്കുന്നതെന്ന്. അതൊന്നും ശരിയാകത്തില്ല ശരത്തോനെ. ഞാനെന്റെ ശംഖ് കറക്കി നോക്കിയപ്പോ തെളിഞ്ഞത് എന്താണെന്നറിയാം. ഏറ്റവും ശാപം പിടിച്ച മുഹൂർത്തത്തില് അവരുടെ ക്ലിനിക്ക് തുടങ്ങാൻ പോകുന്നതെന്ന്. അവിടെ ഒരു ബഹളം നടക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നടത്തണം. അതെ, ശരത് മോൻ പ്ലാൻ ചെയ്തതുപോലെ നമുക്ക് സത്യാഗ്രഹം ഇരിക്കാൻ പോകണം. പറ്റുന്നത്ര മീഡിയക്കാരെ വിളിക്കണം. അങ്ങനെ പാപങ്ങളുടെ അവയം വിറ്റ കാശുകൊണ്ട് ഡോക്ടർ നിരഞ്ജൻ വേറൊരു ക്ലിനിക്ക് തുടങ്ങണ്ട. അതെ,
എപ്പോഴാ പോകേണ്ടതെന്ന് ശരത്ത് മോൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ വന്നോളാം. ആദ്യം മല കയറിയിട്ട് വരാം. പിന്നെ അവരുടെ പ്ലാനിങ്ങുകൾ അറിയണം. അതനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. ആ അതാ നല്ലത്. അപ്പോ ഈ കെട്ടുനിറ എവിടെ വെച്ച് നടത്താനാ ശരത്തോൻ ഉദ്ദേശിക്കുന്നേ? ഇവിടെ മുറ്റത്ത് നല്ല പന്തലിട്ട് ചെയ്താ പോരെ? ഓ അതൊന്നും വേണ്ടെന്നേ. ഞാൻ മല കയറുന്ന ചിലപ്പോ കാട്ടിലെ പുലികൾക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ വീട്ടിലെ പുലികൾക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പൊ പിന്നെ അവരുടെ മുന്നിൽ വെച്ച് കെട്ടി നിറച്ച് ദക്ഷിണയും കൊടുത്ത് വേറെ അതിന്റെ കാര്യമൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നടത്താം. ഒരു സമയത്ത് ആരെങ്കിലും നോക്കിയാ പോരെ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ വേറെ ഗുരുസ്വാമിയോ? എത്ര തവണ മല കയറിയതാ ഞാൻ. കെട്ടൊക്കെ ഞാൻ നിറച്ചു തരാം. അത് മതി. ആ മുത്തശ്ശിക്കും ബാമിനിയമ്മച്ചിക്കും പിന്നെ എന്റെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങുമെങ്കിൽ ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുത്തിട്ട് ഇറങ്ങാം. എന്നിട്ട് അമ്പലത്തിൽ നിന്ന് കെട്ടി നിറച്ച് ഞാൻ അതുവഴി അങ്ങ് പോവാം. പോരെ? അത് മതി ശരത്തേട്ടാ. തിരിച്ചു വന്നിട്ട് ഈ മുറ്റത്ത് നമ്മൾ കെട്ടാൻ ഉദ്ദേശിച്ചേക്കാട്ടിലും വലിയൊരു പന്തല് ഡോക്ടർ നിരഞ്ജന്റെ പുതിയ ക്ലിനിക്കിന്റെ മുന്നിൽ കെട്ടും. അവിടെ നമ്മള് സത്യാഗ്രഹം ഇരിക്കും. എന്താ പോരെ? അത് കൊള്ളാം. എന്റെ ശരത്ത് മോനെ, ഒന്ന് വേഗം മലയ്ക്ക് പോയിട്ട് വാ. കെട്ടുനിറയോടനുബന്ധിച്ച് വേണമെങ്കിൽ ഒരു പൂജ ഇവിടെ നടത്താമായിരുന്നു. എന്ത് പൂജയാണെന്ന് വെച്ചാ സോമനച്ഛൻ നടത്ത്. വിഘ്നങ്ങൾ അകറ്റാൻ ഒരു ഗണപതി ഹോമവും ഭഗവതി സേവയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാ. ആ നിരഞ്ജനെയും ദേവികയും മനസ്സിൽ ധ്യാനിച്ച് ഒരു ശത്രു സംഹാര പൂജയും ചെയ്യണം. ഞാനൊന്ന് ശംഖ് കറക്കിയിട്ട് പറയാം എന്ത് വേണമെന്ന്. എന്തായാലും ഈ സത്യാഗ്രഹം പൊളിക്ക് നിത്യക്കുട്ടി. ഇതോടെ നിരഞ്ജന്റെ ക്ലിനിക്ക് എന്ന സ്വപ്നത്തിന് പൂട്ടുവീഴുക മാത്രമല്ല, ഒരിക്കലും തുറക്കാത്ത പൂട്ടോട് കൂടിയ നല്ല ഒന്നാന്തരൊരു സെല്ല്. അല്ലല്ല, 2 സെല്ലുകൾ. ദേവിയയ്ക്ക് വേണ്ടി, നിരഞ്ജന് വേണ്ടി. ജയിലിൽ എങ്ങനെ കാത്തു കിടക്കും. ദേവികയെ ചിലപ്പോ അവിടുന്ന് ഭ്രാന്ത് ആശുപത്രിയിൽ മാറ്റിയെന്നും വരും. അത് വേണം. അവളെ ആ ഭ്രാന്താശുപത്രി കിടക്കുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കാണാൻ പോണം. ഈ മുത്തശ്ശിയോട് ഒരു ആഗ്രഹങ്ങളെ